അച്ഛന് തോന്നിയതാ. അച്ഛൻ വരുമല്ലോ, ഞാൻ കാത്തിരിക്കും. ഏതൊക്കെയാണ് കല്യാണ വണ്ടികൾ? അത് വരന്റെ കൂട്ടുകാരന്റെ വണ്ടിയാണ് സാർ. അവൻ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാണ്? മര്യാദക്ക് സദ്യ കഴിക്കാൻ പോലും അവന്റെ കൈക്ക് സ്വാധീനമില്ല. ഇതാണ് സാർ വരന്റെ വണ്ടി. അപ്പൊ വരാത്ത വണ്ടി ഏത്? വണ്ടി രണ്ടും വന്നു സാറേ. വരന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ചെറുക്കന്റെ വണ്ടി. എന്തായാലും ആശുപത്രി കിടക്കുന്ന ആംബുലൻസിൽ പോലീസ് എസ്കോർട്ടോടെ കല്യാണ മണ്ഡപത്തിൽ പോയി കല്യാണം കഴിക്കാൻ യോഗം കിട്ടിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ VIP ആണ് ജയരാമൻ. രാവിലെ വരനെ കയറ്റുന്നതിന് മുമ്പ് 2 വണ്ടി ചെക്ക് ചെയ്യണം. അതെന്തിനാ സാർ? വല്ല ബോംബുണ്ടെങ്കിൽ എന്താടാ പേടിപ്പിക്കണ? മോനെ ഇതെന്താ? അല്ല, ഇത് 2 ബോഡിയാണല്ലോ. അപ്പൊ വരന്റെ ബോഡി ഏതാണെന്ന് തിരിച്ചറിയാനുള്ളതോ? പതുക്കെ പതുക്കെ. ജയരാമ മോനെ, ഇങ്ങോട്ട്. ദേ ചെറുക്കന് കൂട്ടരൊക്കെ എത്തിക്കഴിഞ്ഞു കേട്ടോ. നമസ്തേ. നമസ്തേ, ഇരിക്കേ. അപ്പൊ ഞാൻ അകത്ത് പോയി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ആയിക്കോട്ടെ, ചെല്ല്. എവിടെയാണ് എന്റെ മകൻ മണിയപ്പൻ? എടാ ഭാര്യയും മക്കളുള്ള അവനെ ആരാടാ വശീകരിച്ച് 2ാം കല്യാണത്തിന് കൊണ്ടുവന്നിരിക്കുന്നേ? എന്റെ അപ്പ നമ്മൾ ഈ കല്യാണം നടത്തി കൊടുക്കാനല്ലേ ഇവിടെ വന്നത്? എന്റെ പൊന്നപ്പ മണിയപ്പൻ ചേട്ടൻ ഇവിടെ വേറെ പേരിലാണ് കളിക്കുന്നത്. ചുമ്മാ കള്ളി വെളിച്ചത്താക്കല്ലേട്ടാ. അത് മേടിച്ചടാ. 2 അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ മൊത്തം തലതിരുവാ. നിസാര പാർട്ടിക്കാരിലെ പെണ്ണിന്റെ ആൾക്കാര് അമേരിക്കക്കാരാ. പെണ്ണിന്റെ ഒറ്റ നിർബന്ധക്കാരോട് പ്ലാസ്റ്റിയുടെ നിലയെ പോലും അവളുടെ ഒപ്പം കല്യാണത്തിന് സമ്മതിച്ചത്. ഇതൊന്നും നടന്നു കിട്ടിയ അപ്പനും മക്കൾക്കും കൂടെ അമേരിക്ക പോയി പൂന്ത് വിളയാടാപ്പ. പെണ്ണിന്റെ അപ്പനോട്ടൊരു പണി കൊടുത്താലോ? നശിപ്പിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കല്യാണം മുടക്കരുത്. താലി കെട്ടി രജിസ്റ്ററിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അപ്പ കാണിക്കാൻ നമ്മുടെ തനി സ്വഭാവം. അതെ. ഓ എന്റെ ദൈവമേ, എന്റെ കാലിൽ തൊട്ട് അനുഗ്രഹമാകാതെ എങ്ങനെയാണ് അവൻ താലി കെട്ടാൻ വന്നിരിക്കുന്നത്? അപ്പൻ അവനെ ഒന്ന് അനുഗ്രഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നേപ്പാ. ഇതിൽ ഏതായിരിക്കും പെണ്ണ്? എന്തൊരു ഐശ്വര്യ റോയി. കണ്ണ് വെക്കല്ലേ അപ്പ. വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം. അതെ, കെട്ടിയൊന്ന് വീട്ടിൽ കൊണ്ടുവന്നോട്ടെ, ഞാൻ കളിയാക്കി കൊല്ലും. എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേലാത്ത എന്റെ കുഞ്ഞിനെ കല്യാണ സദ്യ ഉണ്ടാൻ കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് അവനെ ഉടനെ കൊണ്ടുപോകണം. സദ്യ ഉടനെ ഉണ്ടായാ പോരെ? പോരാ, ഉടനെ കൊണ്ടുപോകണം. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു, പക്ഷെ കിലോയ്ക്ക് 10 രൂപ ഞങ്ങൾക്ക് കൂലി തരണം. കാര്യം കണ്ടിട്ട് ഒരു ഞഞ്ഞാ വർത്താനം പറയരുത്. 1 രൂപ കുറച്ച് തന്നാ പോരെ? ഫിക്സഡ് റേറ്റാ. മൂടിയാൻ പോരാ. മുതലാളി ആളെ കാണിച്ചു വന്നാൽ ചുമക്കണ ആരും ഞങ്ങള് ബഹളം ഉണ്ടാക്കണ്ട, ഇപ്പൊ വരാം. നിന്റെ ബഹളം ഞാൻ ഇപ്പൊ അവസാനിപ്പിച്ചു തരാം. ഭഗവാനെ, എല്ലാം മംഗളായിട്ട് കലാശിക്കണേ. കുറെ നാളെ തല്ലുകൊണ്ടിട്ട് ഇതുവരെ കല്യാണം ചെറുക്കനെ ഒരുക്കി കഴിഞ്ഞില്ലേ? നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഈ കിടക്കുന്ന ആളിന് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ. നിങ്ങൾ എല്ലാവരും പുറത്തു പോയിക്കാം, ബാക്കിയെല്ലാം ഞങ്ങൾ പോയിക്കാം. അത് പറ്റില്ല, ഇപ്പൊ തന്നെ സമയമായി. കല്യാണ ചെറുക്കനെ അവിടെ കൊണ്ട് എത്തിക്കണം, മണ്ഡപത്തിൽ. ഒരു കാര്യം ചെയ്യും വൈദ്യരെ, ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. വൈദ്യര് പുറത്തോട്ട് പോ. പറ്റില്ല. കൊച്ചു പോണ്ട കേട്ടോ. എന്നാ പൊയ്ക്കോ, പിന്നെ കാണാം. എന്റെ പൊന്നു പോളെ എന്റെ മോനെ, എന്തൊരു കിടപ്പാടാ ഇത്. നിന്റെ കിടപ്പ് അപ്പുറം സഹിക്കുന്നില്ലടാ. തലേ വെച്ചാൽ മിണ്ടാതിരിക്കാമോ? ഒരു പദം പറച്ചില്. ആദ്യം വന്ന കാര്യം നടക്കട്ടെ, അപ്പനങ്ങൾ അനുഗ്രഹിക്കും. എന്നെ അനുഗ്രഹിക്കും പകരെ. ഓ, അപ്പൊ അനുഗ്രഹം മേടിക്കാനല്ല പറഞ്ഞ, കൊടുക്കാനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യും, അവനെടുത്ത് എന്റെ കാൽച്ചോട്ടിലോട്ട് കിടക്കാം. ഈ അപ്പൻ എന്തൊരു മണ്ടന. അതിന് എളുപ്പം അപ്പന്റെ ചട്ടുകാലെടുത്ത് ഇവന്റെ കയ്യിലേക്ക് പിടിപ്പിച്ച. എന്നൊരു കാര്യം ചെയ്യും, എന്നെ എടുത്തോ, എന്നെ എടുത്തോ. എന്റെ അമ്മ അപ്പം പന പോലെ വീണു. ഇന്നപ്പ അനുഗ്രഹിക്കും. മകനെ, മരിക്കുന്നത് വരെ ഇതുപോലെ സുഖമായിട്ട് കിടക്കട്ടെ. ഇനി അപ്പനെ പൊക്കിക്കോടാ മക്കളെ. പിടിച്ചോ. എടാ, എന്റെ പൊന്നും കുടത്തിന്റെ തല എവിടെയാടാ മോനെ? മിണ്ടാതെ കിടക്കണേ ശാവുമേ. നല്ല മേക്കപ്പ്. എടാ, ഗെട്ടിമേളം തുടങ്ങി. ചെറുക്കനെ പൊക്കടാ.
അവിടെ ഊത്തു തുടങ്ങി. വേഗം വാടാ. അയ്യോ നിർത്തരുത്. മാല എവിടെ? അയ്യോ ആള് മാറിപ്പോയി. നമ്മുടെ മുമ്പേ മാലയിട്ട് സുന്ദരനായിട്ട് കിടക്കുന്നു. ഇതിനെ കളഞ്ഞിട്ട് അവനെ എടുത്തോണ്ട് കല്യാണ മണ്ഡപത്തിലോട്ട് വാ. എന്റെ പൊന്നുമാരെ നിനക്ക് തന്നെ പറ്റുന്നതാടാ. അയ്യോ എന്തൊരു നീളം. എന്റെ മോൻ ഇത്ര നീളമില്ല. ദൈവമേ, എന്നെ വീണ്ടും ആ ചാണാക്കുഴി കൊണ്ടുപോയതിന് വയറേടിയാണെന്ന് കാണാൻ വേണ്ടത് ഇഷ്ടപ്പെട്ടു. അയ്യോ നിന്നോട് ആരാണ് അയച്ചത്? അതെ മുതലാളി കൂടെ കരഞ്ഞെന്ന് വിചാരിച്ച് ചുമട്ട് കൂലിന് 10 പൈസ കുറയ്ക്കൂല. 1.5 കരിയുടെ റേറ്റ്. അങ്ങനെ മണിയപ്പൻ പാലക്കാട്ടേക്ക് പോയി രക്ഷപ്പെട്ടു. ഈ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോകുന്നു. സാറേ ഇത് ജീവനുള്ള ഡെഡ് ബോഡിയാ. ഞങ്ങൾ വരന്റെ ബന്ധുക്കളാ. വരന് വധഭീഷണി ഉള്ള സ്ഥിതിക്ക് എനിക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറ്റി പട്ടാപ്പകൽ പോലീസ് വലയം ഭേദിക്കുന്ന ഈ ആളെ തട്ടിക്കൊണ്ടു പോകാനല്ലേ സാറേ ഇതെന്റെ മകൻ ഉൾപ്ലാഷന. ഏത് പലാക്ഷനായാലും ശരി എനിക്ക് ചെക്ക് ചെയ്തേ പറ്റൂ. കുട്ടായി തനിക്കെന്താണ് ചെവി കേട്ടൂടെ? കേക്കാലോ സാർ. പിന്നെ ആൻസർ ചെയ്തതെന്താ? പറഞ്ഞില്ലേ 2 ബാൻഡേജുകൾ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോകും. ഡോക്ടർ 1 മണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ നിന്നും ആംബുലൻസിൽ വന്നത് 2 ലഗേജ് മുണ്ടഴിച്ച. അതിലൊന്ന് വരനും മറ്റൊന്ന് വരന്റെ കൂട്ടുകാരനും. അതെ, പക്ഷെ ഇവിടെ ഇപ്പോൾ 3 ലഗേജ് ഉണ്ട്. അതിലൊന്ന് വ്യാജനാണ്. അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞോളൂ. അഴിക്കൂ. എന്തഴിക്കാൻ? 3 പേരുടെയും ബാൻഡേജ് അഴിക്കൂ. സാധ്യമല്ല. കാരണം ബാൻഡേജ് അഴിക്കുന്നത് രോഗിയുടേതാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും? നിങ്ങൾ പറയണം. അതിന്റെ ക്രെഡിറ്റ് നിങ്ങളെടുത്തോ, എനിക്ക് വേണ്ട. ആ റിസ്ക് എടുക്കാൻ എനിക്ക് സാധ്യമല്ല. എങ്കിൽ എനിക്ക് എന്റെ പോലീസ് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. ആയിക്കോട്ടെ. കുട്ടായി എല്ലാവരും പുറത്തു പോകാൻ പറഞ്ഞ ഇനി തന്നോട് പ്രത്യേകിച്ച് പറയണോ? ഞാനിവിടുത്തെ ഡോക്ടറാണ്. ഞാനിവിടുത്തെ സർക്കിളാർ. കുട്ടായി അല്ലെങ്കിൽ 3 ചവകള്. ഫോളോ മീ. ഇവിടെ കടന്നുകൂടിയിരിക്കുന്ന വ്യാജന്റെ ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിലും അത് തകർക്കണം. മുഹൂർത്തത്തിന് മുമ്പ് വരനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കണം. പക്ഷെ വ്യാജനെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കും. അതിന് വഴിയുണ്ട്. എന്ത് വഴി? കള്ളന്മാരുടെ കൂട്ടത്തിൽ പെരുങ്കള്ളനാകുക. സാറേ ഈ ബാൻഡേജ് മുഴുവൻ ചുറ്റിക്കഴിഞ്ഞ് ഈ തൊപ്പിയും കൂടെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ സാറിനെ കണ്ടു കഴിഞ്ഞ ഇൻസ്പെക്ടർ ബൽറാമിനെ പോലെ ഇരിക്കും. മണ്ടത്തരം പറയാതടാ. തൊപ്പി വെച്ച് എന്നെ മറ്റുള്ളവർ തിരിച്ചറിയില്ലേ? സോറി സാർ, പക്ഷേ സാറിനെ ഞാനെങ്ങനെ തിരിച്ചറിയും? അതിപ്പോ ഈ ലാത്തിയിൽ നീ ബാൻഡേജ് ചുറ്റിക്കും. എന്റെ ലാത്തി കണ്ടാ നിനക്ക് തിരിച്ചറിയാല. പിന്നെ സാറിന്റെ ലാത്തി കണ്ടപ്പോ എനിക്ക് തിരിച്ചറിയാൻ മേലെ ഇത് ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയ ലാത്തിയാണോ സാറേ? ചുറ്റിക്കോ, നന്നായിട്ട് ചുറ്റിക്കോ. ഒരു ഈച്ച പോലും കണ്ട എന്നെ മനസ്സിലാക്കരുത്. പതുക്കെ സാറേ ഞാൻ ഇനി എല്ലാരും അകത്തേക്ക് വിളിക്കാൻ പോവാണേ. ഇനി എല്ലാരും അകത്തേക്ക് പോരെ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മൂക്കിപ്പൊടി. ഞാൻ ഈ മൂക്കിപ്പൊടി ഈ നിരന്ന് കിടക്കുന്ന 4 പേരുടെ മൂക്കിലോട്ട് വെതറാൻ പോവുകയാണ്. ഇത് വെതറുമ്പോ ഒരുമാതിരിപ്പെട്ടവനൊക്കെ തുമ്മുമല്ലോ. ഇനി അഥവാ ഒരാൾ തുമ്മിയില്ലെങ്കിൽ അവൻ ഒരുപാട് അവശനായിരിക്കും. ദാറ്റ് മീൻസ് അവനാണ് യഥാർത്ഥ വരൻ. ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഭഗവാനെ തുമ്മി പണ്ടാരം അടക്കിയേക്കണേ. മൂക്കുപൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തേക്കുക. നല്ല എഫക്റ്റ് ആയിരിക്കും. 2 ടീസ്പൂൺ. ഇവിടെ കൂടുതൽ മൂക്കിപ്പൊടി പറഞ്ഞു കണ്ണു പൊത്തിക്കാം. തുമ്മാതെ കിടക്കുന്ന അവനുണ്ടല്ലോ, അവനാടാ എന്റെ മകൻ മണിയപ്പൻ. അവനെ പൊക്കിക്കൊണ്ട് പോടാ മണ്ഡപത്തിലേക്ക്. അടുക്കള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിലെടുത്തോ. ഇനി നമ്മുടെ ആളുടെ മോനെയാണ് എടുത്തോട്ട് പോകുന്നത്. വഴിയിൽ വെച്ച് തടയുന്നതായിരിക്കും ബുദ്ധി. എടാ മണിയപ്പ,
എന്നെ ഞാനങ്ങനെ വിടില്ല. കൂട്ടുകാരെ കുട്ടണത്തില് എല്ലാം പെട്ടെന്നായത്. ഞാൻ നേരത്തെ വന്നതാ. ആയി നല്ല ചെറു ചൂട് പായസം കൊള്ളാലോ. ഏലക്കാട് രുചി കൂടിപ്പോയി. മധുരമുണ്ട്. ചേട്ടാ ഒരു ലക്ഷം സോപ്പ് എടുത്തേട്ടാ. കുറെ കാലമായി പായസത്തിൽ കുളിച്ചിട്ട്. എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ എത്രയും പെട്ടെന്ന് മണ്ഡപത്തിൽ എത്തണം. ഈ വണ്ടി തന്നെ കയറാം. നല്ല ചൂട് പായസം. എടാ കുട്ടപ്പ, ദേ നമ്മുടെ മണിയപ്പൻ ചേട്ടൻ തറയിൽ വെയിറ്റ് ചെയ്ത് കിടക്കണ്. എടാ കല്യാണ മണ്ഡപത്തിലേക്ക് എടുത്തോണ്ട് പോകാനായിട്ട് വേണം. എന്റെ ചെരുപ്പന്തിയെ ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം. ആരെങ്കിലും കവർ മണ്ഡപത്തിലേക്ക് എന്നെ കൊണ്ടുപോകണോ? ഏതാണോ വഴി? സാമ്പാർ കലത്തിന്റെ അടപ്പാടാ. അവിടെ കിടന്ന് ചാവൂ മണിയപ്പ. എടാ കൃഷ്ണ, എത്ര പെട്ടെന്ന് പോയി താലി കെട്ടടാ. ഈ പന്നീനെ ഞാൻ നോക്കിക്കോളാം. സൂക്ഷിച്ച് പതുക്കെ. അവിടെ വെക്ക. ഇവൻ നാട് വിട്ട് വന്നിട്ടെന്നെ ഇരുമ്പാണോ തിന്നത്? എന്ത് കനവാ? എടാ അതിരിക്കട്ടെ, നമ്മുടെ അപ്പനെവിടെ? അതാ പണ്ടാരിക്കിട്ട് പണി കൊടുക്കാൻ പോയിണ്ട്. ആണാ? ഞാനോ അച്ഛൻ ഇനി എത്തിയിട്ടില്ല. അച്ഛൻ വന്നില്ലേ? ഞാൻ പോവും ഇവിടുന്ന്. ഒക്കെ ക്ലിയറൻസ് സാർ. ഒരു ഈച്ച പോലും റോഡിലില്ല. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ ആതിര ബാർ വരെ ക്ലീൻ. ഓവർ. ഹലോ, സിസേറിയനോ? ഓ, നീണ്ട 14 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാ. ഡോക്ടർ ഒന്ന് ശ്രദ്ധിച്ചോളേ. കടിഞ്ഞൂലായതുകൊണ്ട് വൈഫിനൊരു ടെൻഷൻ കാണും. കത്തിമുള്ളൊക്കെ ഒന്ന് നന്നായിട്ട് ബാർസപ്പെട്ട് കഴിയേക്കണേ, എന്നിട്ട് കേറിക്കോ. അല്ല, ഗവൺമെന്റ് ആശുപത്രി ആയതുകൊണ്ട് പറഞ്ഞതാ. പ്രധാനമന്ത്രി വന്നു പോയാൽ ഉടനെ ഞാൻ അവിടെ എത്തും. ഓവർ. സോറി, ഓവർ. അറ്റൻഷൻ ഫുൾ. ആതിര ബാറിന് സമീപം വരെ മദ്യപാനികൾ കൂടി നിൽക്കുന്നുണ്ട്. ഇന്നൊരു ക്ലിയർ ചെയ്യണം. സാർ, അത് വേറെ ഒന്നുമില്ല സാർ. സിസേറിയൻ കാണാൻ നിൽക്കുന്നതാ. അല്ല, സോറി, പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരാ. ആ, കുറെ നേരമായിട്ട് വെയിൽ കൊള്ളുകയില്ലേ, ആവേശം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ ബാറിന്റെ അടുത്ത് നിൽക്കുന്നത്. ഓവർ. വണ്ടി സൈഡാക്കടോ. ബ്ലഡ് വേണമെന്നാ? എന്റെ ദൈവം, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ പോലീസുകാരൊക്കെ ഡ്യൂട്ടിയില്ല. ഇവിടെയാണെങ്കിൽ ലാത്തി ചാർജും ഇല്ല. അത് ഓ ഗ്രൂപ്പുകാരൻ തന്നെ തല്ലുകൊള്ളാൻ വരണ്ടേ? എന്തു പറ്റി സാർ? ആകെ ടെൻഷനാണ് കൂട്ടായി. ഒരു വശത്ത് നാടിന്റെ പ്രധാനമന്ത്രി, മറുവശത്ത് ഭാര്യയുടെ സിസേറിയൻ. തന്നോട് 100 വട്ടം പറഞ്ഞിട്ടില്ല എന്റെ മുമ്പിൽ വെച്ച് ഈ സാമാനം വലിച്ചു കയറ്റരുന്ന്. സോറി സാർ. വലിച്ചു കയറ്റുന്ന താനും തുമ്പണ ഞാനുമാണ്. മേലിൽ എന്റെ കൺവെട്ടത്ത് കണ്ടുപോരുത്. ഹലോ. ഓ, കട്ടായി. വിളിച്ചായിരുന്നു സാർ? കട്ടായി, ഫോൺ കട്ടായി. കുട്ടായി എന്നല്ല, ഇപ്പോഴേ ഫിറ്റായ. വണ്ടി നിർത്തുവിട്ട്. സാറാമ്മ എവിടുന്നാ സംസാരിക്കുന്നത്? സാറാമ്മയിലാണ് നിന്റെ അമ്മായിയമ്മ. ഞാൻ CI പൊതുവാളാണ് സംസാരിക്കുന്നത്. ആ ലോറിയിൽ നിന്ന് മണം കാരണം മൂക്ക് കൊത്തിയതാണ്. നീ വേഗം ബ്ലോക്ക് ചെയ്യ്. വണ്ടിയിലേക്ക് കയറോ. പ്രധാനമന്ത്രിക്ക് നമ്മുടെ ഓമന നേതാവേ, നയിച്ചാടൂ. കുറ്റിക്കാട്ട് അമ്മയാണ് സത്യം. ഞാൻ അവളോട് പറഞ്ഞെന്ന് പ്രസവിക്കേണ്ടെന്ന്. അതിനേക്കാൾ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിരപരാധിയാണ് സാർ. നിരപരാധി എഴുതടാ. അയ്യോ, ഇനിഷ്യൽ എന്താടാ? അതെന്താണ് സാർ? നിനക്ക് തന്തയില്ലേ? അയ്യോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ പേരെന്താടാ? ഉണ്ണികൃഷ്ണൻ. എന്താടാ വണ്ടിയില്? ഇത് ചാണകം. നിന്റെ ചാണകത്തിന് എന്താണ് ലോകത്തില്ലാത്ത പണം? ഇത് ഒരു പ്രത്യേകതരം വാട്ടുകുളമാണ് സാർ. അല്ല, കൂട്ടുവളമാണ് സാർ.
ഈ നാട് നാട്ടിച്ച് വേസ്റ്റ് കൊണ്ട് നീ ഏത് കോത്താഴത്തേക്കടാ പോകുന്നത്? കോത്താഴത്തേക്കല്ല, കോട്ടപ്പുറത്തേക്ക്. അവിടെ ആർക്കെ പുഴുങ്ങി തിന്നാൻ? അയ്യേ, ഇത് അങ്ങനെ അങ്ങ് പുഴുങ്ങി തിന്നാൻ പറ്റില്ല സാർ. നമ്മൾ നില ഉഴുതു മറിച്ച് വിത്ത് പാകി അതിങ്ങനെ ഞാറായിട്ട് വരുമ്പോ അത് പിരിച്ചു നട്ട അതിന് ചുറ്റി ഈ വളം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നെല്ല് കൊലച്ചു വീഴും. ആ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കി ആ അരി വേവിച്ച് ഉരുള ഉരുട്ടി ഇങ്ങനെ 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 അണ്ണാക്കിലെ കുത്തിക്കയറ്റി. അവന്റെ ഒരു തൊപ്പി എന്റെ കൈ ധരിക്കുന്നത്. ഈ വണ്ടിയെ പിടിച്ച് തെണ്ടിക്കുന്നത്. ലോറി ആരെടുക്കും? സാർ എടുക്കും. ലോറി നിന്റെ അമ്മ നായന്റെ പോലെയാണ് അകത്തിരിക്കണ. അത് ഈ ലോറിയുടെ മുതലാളിയാ. വിളിച്ചിറക്കണ മുതലാളി, സാറ് വിളിക്കുന്നു. പോയി തൂക്കിയെടുത്തിട്ട് പാടോ. നമസ്കാരം ഉണ്ടല്ലയാ. പോലീസായിരുന്നു. ഞാൻ അനുസരണമുള്ളവനാണ്. സത്യം അല്ല സാറേ, ഞാൻ പാവമാണ് സാർ. എന്താ പാവമാണെന്ന് താനല്ലേ പറഞ്ഞു മുതലാളിയാണെന്ന്? അണ്ട് ഇവൻ പറയണ ഇവൻ പാവമാണെന്ന്. ഇതിപ്പോ ആര് പറഞ്ഞ വിശ്വസിക്കും? തൽക്കാലം നമുക്ക് ഇവൻ പറയുന്നത് വിശ്വസിക്കാം. ഞാൻ സത്യസന്ധന. ആരോട് ചോദിച്ചിട്ടാ വണ്ടി വഴി കൊണ്ടുവന്ന്? ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല സാർ. അല്ല, ഞാൻ വളവും കൊണ്ട് കോട്ടപ്പുറത്തേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം ഇന്നാണെന്ന്. പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി ഷോർട്ട് കട്ട് പിടിച്ചതാ. എടാ, ഇന്ന് റോഡ് കാലിയായി കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പോലീസുകാരുടെ ഹർത്താലാണെന്ന്. നിനക്ക് സദ്യ ഉണ്ടാൻ വേണ്ടി. ഹർത്താലല്ലടാ കഴിവേറി. പിന്നെ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കുന്നു. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എന്നാ നമുക്ക് വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാം. പ്രധാനമന്ത്രി കണ്ടിട്ട് പോവാം സാർ. കഴിവേറുടെ മോനെ, നീ പ്രധാനമന്ത്രി നാട്ടിച്ചേ പോവുള്ളൂ. സാർ, സി ഐ ചാണകം സ്പീക്കിംഗ്. അല്ല, ഇവിടെ ഒരു ചാണക വണ്ടി വഴിമുടക്കി നിൽക്കുകയാണ് സാർ. ചാണകത്തിന്റെ നാറ്റം ഓവറാണ് സാർ, ഓവർ. ഈ ചാണക വണ്ടി അങ്ങോട്ട് കെട്ടിയെടുക്കട്ടെ സാർ, ഓവർ. എന്തായാലും ഒരു ഉപകാരം ചെയ്യണം സാർ. മന്ത്രിയുടെ കാറിന്റെ 2 ഗ്ലാസ് കയറ്റി വെക്കാൻ പറയണം സാർ. അല്ലെങ്കിൽ മൂക്കിലേക്ക് 2 പഞ്ഞി കഷ്ണം കുത്തി കയറ്റി വെക്കാൻ പറയണം സാർ, ഓവർ. സാറ് പറഞ്ഞത് കേട്ടില്ല, എടുത്ത് മാറ്റണം. ഹലോ, സീസറിന്റെ ബ്രാൻഡ് അല്ല. എന്ത് സിസേറിയൻ? ഫോൺ വെക്കടാ തേണ്ടി. എടാ, പറഞ്ഞത് കേട്ടില്ലേ? കേട്ട് സാർ. എന്ത് സിസേറിയൻ കഴിഞ്ഞെന്ന്? വണ്ടി എടുത്ത് മാറ്റണം സാർ. വണ്ടി നിന്നാ പിന്നെ തള്ളണം. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, എന്റെ ജോലി പോയിന്നാ തോന്നുന്നത്. ഒന്ന് സഹായിക്കണോ? വേണം 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 വേണം. കളിക്കോ കളിക്കോ. കൈ കൊണ്ട് തള്ളടാ. കയ്യിലൊരു മുറിവുണ്ട്, അത് സെറ്റിക്കാവണ്ടെന്ന് കരുതി കളിക്കോ. ഡെറ്റോള് മേടിച്ച് കുളിക്കാം. കോൺവോയ് പോയി. ഭാഗ്യത്തിന് നിൽക്കണുണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു. തലയിൽ പറയുന്നതിലും കാര്യമുണ്ട്. ഈ തൊഴിൽ നമ്മുടെ ചോറ. നമ്മൾ ആ പെണ്ണിനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഏതായാലും ഈ ജുഹു ബീച്ചിൽ അവൾ വരാതിരിക്കില്ല. അതവളല്ലേ? അതെ അതെ, പട്ടം പിടിച്ചോളാം. നേര് പറഞ്ഞ ഈശ്വരനെ നിങ്ങൾ എന്റെ അടുത്ത് എത്തിച്ചത്. ഓപ്പറേഷൻ കഴിഞ്ഞ് ആകെ ബോറടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയത്. അതും തൊട്ടടുത്ത വാർഡില്. തല ഇപ്പൊ എങ്ങനെയുണ്ട്? ആകെ പാടൊരു തരിപ്പ്. കണ്ണടച്ചാ മതി, തല ഒരുമാതിരി ഡബിൾ ഡെക്കർ ബസ്സിനെ പോലെ വലിപ്പം വെക്കും. ഉറങ്ങാൻ കഴിയുന്നില്ല. ഇതെങ്ങനെയാ 3 ആള് ഒരേ സമയത്ത് തല കുത്തി വീണത്? സൗണ്ട് ബോക്സ് പോയെന്നാ തോന്നുന്നത്. പാവം. ഇവൻ പറയുന്നതേ, ഞങ്ങൾ 3 പേരും കൂടി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ പെയിന്റ് അടിക്കാൻ കയറിയപ്പോ കാലുപഴുതി വീണതാ. ഇവരെന്താ സാറേ പറയണത്? എന്ത് പറയാനടാ ദാസ, നമ്മള് മലയാളികൾ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് ബോംബെയിൽ വന്ന് ഓരോ പണികൾ ചെയ്ത് കഷ്ടപ്പെടുന്നു. ഇതാ കണ്ടില്ലേ, ഈ പാവങ്ങൾ ഏതോ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീണ് തല 3 ഫീസായി. നാട്ടിലുള്ളവർ ഇതുവല്ല അറിയുന്നുണ്ടോ? ഒക്കെ വിധി. പിടി റാണി. കൃഷ്ണ കൃഷ്ണ, നീ ഇവിടെ ഒളിച്ചിരിക്കുന്നെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? എടാ, കയ്യിന്ന് പോയടാ. എന്ത്? എടാ, കല്യാണ ഡ്രസ് എടുക്കാൻ നാളെ രാവിലെ ചെന്നൈക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എടാ, മണിയപ്പന്റെ കല്യാണ സ്യൂട്ടിന് വേണ്ടി മാത്രം 50,000 രൂപ അയാൾ മാറ്റി വെച്ചേക്കുന്നത്. എടാ, ശാലുവിന്റെ ഡ്രസ്സിന് ഫാഷൻ ഡിസൈനർ എന്ന ഒരാളിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോവാ, അതും തുണിക്കട സഹിതം, ബാംബേന്ന്. എടാ, ഈ കല്യാണം നടക്കാൻ വേണ്ടി അവ ഇത്രയും തരം താഴ്ന്ന കളി കളിക്കേണ്ട ഉദ്ദേശം എന്താ? ഇക്കണ്ട സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റാൻ ആണല്ലോ. എങ്കിൽ അവൾ അയാളുടെ മോളല്ല എന്നുള്ള സത്യം അവനോട് പറഞ്ഞാൽ അവൻ നാണിച്ച് വാലും ചുരുട്ടി പോകില്ലേ? പോകും.
പോകുന്നതിന് മുമ്പ് ഗണപതി സാറിനോട് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞാൽ അപ്പൊ കല്യാണ പന്തലിന് പകരം ഇവിടെ 16 അടിയന്തര പന്തല് പൊങ്ങും. കല്യാണം നടക്കണം. കല്യാണം നടക്കുകയും വേണം, അവൾ അതിൽ കുടുങ്ങുകയും ചെയ്യരുത്. എന്നാൽ എനിക്കൊരു ഐഡിയ തോന്നുന്നു. സംഗതി പഴഞ്ചനാണെങ്കിലും ഫലം ഉറപ്പാ. പറ. അതായത് മണിയപ്പൻ അവളെ കെട്ടിക്കോട്ടെ. ഇട കെട്ടിയില്ലല്ലോ, പറഞ്ഞു തീരട്ടെ. ആദ്യ രാത്രിയിൽ പാല് കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട്. എടാ കൊടുത്തില്ലല്ലോ, നീ ഒന്ന് അടങ്ങ്. എടാ പാലിൽ ഉറക്കക്കുളിയിട്ട് കലക്കി അവളെ കൊണ്ട് അവന് കൊടുപ്പിക്കുന്നു. ആവേശം മൂത്ത് അവൻ അവളെ കൊണ്ട് അത് കുടിപ്പിക്കുന്നു. സംഗതി എളുപ്പമായില്ലേ? അല്ല കുഴപ്പമാവൂല്ലേ? എന്നാ മറ്റൊരു ഐഡിയ ഒക്കെ എന്റെ അടുത്തുണ്ട്. പക്ഷെ അതിന് എനിക്ക് നിന്റെ സഹായം വേണം. അതെന്തോന്നു? ഇന്ന് രാത്രി 12 മണിക്ക് വൈകുണ്ഠത്തിലെ എല്ലാ ലൈറ്റും ഓഫ് ആവണം. ഈസി അല്ലേ, ഫീസ് ഊരിയ പോരെ. പക്ഷെ കുഴപ്പമാണ്, ഫീസ് മെയിൻ സ്വിച്ച് വീടിനകത്താണ്. മുൻവശത്തെ വാതിലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ. അപ്പൊ ഇവിടെ മനുഷ്യര് മാത്രമല്ല ഡ്യൂപ്ലിക്കേറ്റ്, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. ആട്ടെ, ഇരുട്ടത്ത് എന്താ ഏർപ്പാട്? ഒക്കെ കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയാ മതി. ഞാനും ചെല്ലാം. ഇരുട്ടത്തവൻ എന്താ പരിപാടി? സംഭവം എന്തായാലും നേരിട്ട് കാണാം. അങ്ങോട്ട് ചെന്ന മുല്ലക്കലമ്പലത്തിലെ വെടിക്കെട്ട് പ്രമാണിച്ച് എല്ലാ ലൈൻമാന്മാരും അങ്ങോട്ട് പോയിരിക്കാ സാറേ. നാളെ വെളുപ്പിനെ ഒരു 11-11:30 വരാൻ നോക്കാം. മതി മതി മതി, സൗകര്യം പോലെ നാളെ വന്ന് നോക്കിയാ മതി. ഇതാണ് അവസാനത്തെ ചാൻസ്. അവൾ ഇങ്ങോട്ട് വരികയാണോ? ശരി. എന്നെ നീ ഇഞ്ച പരുവാക്കല്ലട. ഞാൻ എന്ത് തെറ്റടാ നിന്നോട് ചെയ്തത്? ഇടാ, നിന്റെ അടുത്ത് ഫ്യൂസ് ഊരാനല്ലേ പറഞ്ഞുള്ളൂ. അടിക്കാൻ ഊങ്ങിയ കൈയുടെ ഇടയിലോട്ട് വന്ന് കയറാൻ ഞാൻ പറഞ്ഞോ? അനുഭവിച്ചോ? എന്ത് വേണമെന്നാ ചോദിച്ചത്? പൊറോട്ട ഇറച്ചിയും വേണോന്ന്. നമ്മൾ ഇതിലേ കൊടുക്കും. പാവം. അതെ, അസുഖമെല്ലാം മാറിയിട്ട് വാങ്ങി തരൂട്ടാ. 6 മാസം മുമ്പ് 2 PC-മാരെ വെട്ടിയ കേസില്ലേ, എന്താ കൊണ്ടിയുടെ പേര്? വാളയാർ മണിയപ്പൻ. മണിയപ്പൻ. അവനിപ്പോഴും പോലീസിന്റെ കണ്ണുവെട്ടിച്ചടക്കാണ്. അന്ന് ആ PC-മാരെ ഇതേ ഹോസ്പിറ്റലിൽ ഇതേ റൂമിൽ ഇതുപോലെ ഹിലാരി ചന്ദ്രനിൽ പോയ വേഷത്തിൽ. നമസ്കാരം സാർ. ഇതിലേതാ പറയാ? ഇത് തന്നെയാണ് സാർ, ഇത് തന്നെയാണ്. ഈ ശബ്ദം ഞാൻ ഓർക്കുന്നു. പണ്ട് വാളയാർ മണിയപ്പന്റെ അടിവയറ്റിൽ ഞാൻ മുട്ടുകാലി കയറ്റിയപ്പോൾ. കരയണ്ട, നിങ്ങളെയല്ല, മണിയപ്പന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതോ വരന്റെ കൂട്ടുകാരനാണ് സാർ. ഇവന്റെ ശബ്ദം എങ്ങനാ? ഇതിനേക്കാൾ കുറച്ച് മുറിഞ്ഞു പോകും. എങ്കിൽ കൂട്ടുകാരന്റെ മൊഴി ആദ്യം എടുക്കാം. അയ്യോ സാർ, രണ്ടുപേരും വളരെ അവശ നിലയിലാണ്. ഈ ഒരു അവസ്ഥയിൽ ഒരു മൊഴിയെടുപ്പ് വേണോ? എടാ, ഡെഡ് ബോഡിയുടെ മൊഴിയെടുക്കുന്നവനാണ് പുതുവാള്. വെറുതെ. നീ പോയി ആ രോഗിയുടെ മലോടുക്കട പോടാ. ഇവളൊരു മലേഷ്യക്കാരൻ. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. എന്താ പേര്? പുൽപ്പരാജ് എന്നാണ് സാർ. നിന്നോട് ചോദിച്ചില്ല. ആക്രമണം നടക്കുമ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും? 12 മണി. അടിച്ച് ചുരുട്ടി ഈ പരുവാക്കി എടുക്കാൻ എത്ര സമയം എടുത്തു? പേരും 2 മിനിറ്റ്. കേസ് തള്ളി പോകും. എത്ര പേരുണ്ടായിരുന്നു ആക്രമിക്കാൻ? ഒരേ ഒരാൾ. ആട്ടെ, ആളുടെ രൂപം എങ്ങനെ? കുള്ളനാണോ അല്ലെങ്കിൽ എത്ര അടി പൊക്കമുണ്ട്? 6 അടി കാണും. ഒരു 2 ഇഞ്ചും കൂടി ചേർത്തു. ആളെ കണ്ടാൽ തിരിച്ചറിയോ? സെന്റിമെന്റ്സാ. വളരെ അടുപ്പമുള്ള ആളാ, നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. PC ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോ ഇവിടെ കഴിക്കാൻ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിരിപ്പില്ലേ?
വെറുതെ അല്ലടാ 2 മിനിറ്റ് കൊണ്ട് നിന്റെ മോന്ത ഇതുപോലെ ആക്കിയത്. പണ്ടൊക്കെ ഞാൻ ഈ മൊഴിയെടുക്കാൻ വേണ്ടി പോകുമ്പോ എന്തോരോ ഫ്രൂട്ട്സ് ഇറക്കിക്കൊണ്ട് പോണെന്നറിയോ. വെറുതെ അല്ല മൊഴിയെടുപ്പെന്ന് പറയുമ്പോ ചാടി ഇറങ്ങി പോരും. കൊല്ലി ഞാൻ ഒരു ചെറുനാരങ്ങ പോലും ഇല്ല. എന്താ ഇത് ഭഗവാനെ, ഏത് കണ്ണ് ചോരയില്ലാത്തവന് ഈ കൊടിഞ്ചേരി ചെയ്തത്? ഇതിലേതാ ജയരാമൻ? അത് സാർ ഇതാണ് ജയരാമൻ, അത് ഉൽപ്പല. അതേന്ന് പറയ. മതി 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 മതി, താടിയെല്ലാം പൊട്ടിയിരിക്കുക, അതുകൊണ്ട് വായും കൂടെ ചേർത്ത് ബാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതെന്താ? ഇത് ആളെ തിരിച്ചറിയാൻ വേണ്ടി ഇപ്പൊ ഓർഡർ ചെയ്ത് ഉണ്ടാക്കിച്ചതാ. അല്ല കൃഷ്ണ, ഡെഡ് ബോഡി വെക്കുന്ന പോലെയാണോ വെക്കണേ? ഇച്ചിരി മാറ്റിവേ. ഇത് കല്യാണം മുടക്കാൻ വേണ്ടി ആരോ കരുതിക്കുട്ടി ചെയ്തതാണ്. കൃഷ്ണ, തോറ്റു കൊടുക്കുന്ന പ്രശ്നമില്ല, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തണം. സ്വന്തമായി കൈയും കാലും പോലും അനക്കാൻ വയ്യാത്ത ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നാ സാറി പറയണേ? ഡോക്ടറെ, ഇന്റൻസീവ് കെയറിൽ നേരെ കതിർമണ്ഡപത്തിൽ പോയി താലി കിട്ടിയ സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഒന്നാണ് ഇതെന്ന് കരുതിയാ മതി. പിന്നെ ജയറാമിന്റെ അച്ഛനോടും അമ്മോടും പറയണ കാര്യം അത് ഞാൻ ഏറ്റു. അത് നമുക്ക് സാറിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു വന്ന്. ഡോക്ടറെ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ ഉണ്ടാവുന്ന വല്ല ഉറപ്പുണ്ടോ? എനിക്ക് 100% ഉറപ്പുണ്ട്. എന്നാ എനിക്ക് ഉറപ്പില്ല. ജയരാമ മോനെ, നിനക്ക് എന്തെങ്കിലും ഒന്നും മിണ്ടാമോടാ? ഈ അവസ്ഥയിൽ നിനക്ക് കല്യാണത്തിന് സമ്മതമാണെങ്കിൽ നീ വേദനിപ്പിക്കാതെ പതുക്കെ ഇങ്ങനെയൊന്ന് ആട്ടിക്ക്. കണ്ടോ, തലയാട്ടി. അതെ, വേണ്ട തലയാട്ടിയത്. അതെ, ആണോ? ജയരാമൻ സാറിനും കാണത്തില്ലേ ആഗ്രഹം സൂട്ടും കോട്ടും ഇട്ട് കതിർമണ്ഡപത്തിൽ കയറി ഇരിക്കണമെന്ന്? പിന്നെ കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ആകെ ഒരു തവണയല്ലേ ഉണ്ടാവൂ. വന്നേ, എന്റെ മുറിയിൽ പോയി വിശ്രമിക്കാം. നിർത്തിക്കേ. എന്നാ മോനെ, ദേ വീണ്ടും ആട്ടി. കണ്ടോ, അവന് സമ്മതമാണ്. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, ഒക്ടോബർ 2-ാം തീയതി ജയരാമൻ എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ये क्या बकवास है? ये 2-3 बंडल के लिए इतना बड़ा बक्सा क्यों लेके आए? बाकी पैसा किधर है? ഒരബദ്ധം പറ്റിപ്പോയി ഉസ്താദ്. ചരക്ക് വിഴുങ്ങിയ പാവക്കുട്ടിയെ ഇവിടെ വെച്ചൊരു പെൺകുട്ടി വിഴുങ്ങി. खा लिया? कैसे खा लिया? ऐसा कोई नहीं खा सकता. किसने खा लिया होगा? വിഴുങ്ങിയ തന്റെ ഉപ്പാപ്പായിരിക്കും. ആ പെൺകുട്ടി അതെടുത്ത് പോക്കറ്റിടുന്ന നമ്മൾ കണ്ടതല്ലേ? ബദ്മാഷ്, ക്യാ ബോലാ തൂനെ? ബദ്മാഷിന്റെ വാപ്പ. കച്ചവടാ. കൊല്ലം 10-30 നമ്മൾ തുടങ്ങിയിട്ട്. അങ്ങനെ വിഴുങ്ങുന്ന സ്വഭാവമാണെങ്കിൽ ഈ നായിന്റെ വാപ്പ നമ്മൾ വിഴുങ്ങിയത്. ഉസ്താദ് ക്ഷമിക്കേ, ആരും വിഴുങ്ങിയിട്ടൊന്നുമില്ല. ചരക്ക് തിരിച്ചെടുക്കാൻ എനിക്കറിയാം. ഉസ്താദിന് കാശല്ലേ വേണ്ടത്? കാശ് ഞാൻ തരും. തലൈവർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഉസ്താദിന്റെ അടപ്പിയാൻ തെറിപ്പിച്ചനെ. ഈ ബിസിനസ്സിൽ ആദ്യമായി വേണ്ടത് പരസ്പര വിശ്വാസമാണ്. അത് എന്നില്ലാതാവുന്നു അന്ന് ഈ പരിപാടി നിർത്തണം. കുഞ്ഞായൻ ബഹളം വെച്ചപ്പോ അവര് വെടിവെക്കുന്ന ഞാൻ വിചാരിച്ചേ. വെടിവെക്കാൻ തോക്കിനകത്ത് ഉണ്ട മാത്രം ഉണ്ടായ പോരാ, മനസ്സിനകത്ത് ഉണ്ട വേണം. അതെന്തുണ്ടാ? ആ ഉണ്ടേന്റെ പേരാണ് ധൈര്യം. നമ്മളൊക്കെ വെടിവെക്കണമെങ്കിലേ അവനൊക്കെ ഒന്നുകൂടി ജനിക്കണം. അവനൊക്കെ ഇനി ജനിക്കണമെന്ന് നമ്മൾ ഇവിടെ കാണുമോ? നിങ്ങളെന്ത് മണ്ടത്തരായി പറയുന്നത്? അതല്ലേ നമുക്ക് ഞാൻ പറഞ്ഞത്. അവന് ഈ ജന്മം നമ്മളെ വെടിവെക്കാൻ പറ്റില്ലെന്ന്. ഇവൻ അവനൊക്കെ വലിയ ഹലോ, ഇതെന്താ ഇവിടെ? ഞങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല. പൊന്ന് സാറേ, നമ്മൾ ഒരുമിച്ചുള്ള ആശുപത്രി ഒന്ന് ചീട്ടടിച്ചത്. തലക്കടകിട്ട് 3 നാൾ കൂടെ ഒരുമിച്ച് ആശുപത്രി ഒന്ന് മറന്നോ? ഓ, അത് ശരി. അന്ന് മുഖം ശരിക്കും കാണാത്തോണ്ട് ആളെ മനസ്സിലായില്ല. ഞാൻ കുഞ്ഞായൻ. ഹലോ. ഇത് മുസ്തഫ. ഹലോ. ഇത് ആൽഫ്രഡ്. ഹലോ. എന്താ എല്ലാരും കുടുംബത്തോടെ? ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ, അത് കഴിഞ്ഞു. സാറിന്റെ എവിടെ? എനിക്കൊരു ജീവിത പ്രശ്നമാണ്. ഒരു കസ്റ്റമറെ കാണാൻ വന്നാ. ഇതാരാ പോക്കറ്റിൽ തല പുറത്തിട്ട് നോക്കണത്? ഇതൊരു പാവ. ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊരാൾ സമ്മാനിച്ചതാ. എങ്ങനെയുണ്ട്? ഫസ്റ്റ് നല്ല തറവാടുത്തുള്ള പാവക്കുട്ടി ഇല്ലേ ഉസ്താദ്? അതെ. കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്, പല്ലിയത്താവും. ഇമാതിരി സാധനം കിട്ടാ ബുദ്ധി വളരും. അവര് നമ്മളെ പോലെ നല്ല മനുഷ്യരാവും. ഇതിനകത്തൊക്കെ കിളികളുണ്ടല്ലേ? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു സത്യം പറയാം. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെനിക്ക് സമ്മാനിച്ചതാ. ഇതിനകത്ത് കുലുങ്ങുന്നത് മുഴുവനെ അവളുടെ ഹൃദയമിടിപ്പുകളാണത്രേ. അപ്പോ എന്തായാലും ഹൃദയം നമ്മൾ തൊട്ട് അശുദ്ധമാക്കണില്ല. സാറ് തന്നെ അങ്ങ് പിടിച്ചാട്ടെ. പിന്നെ അത് താഴ്ത്തിനാളെ കൊണ്ടോണേ. ഈ ഹൃദയം എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ബേജാറ് സംഗതിയാ. നല്ല മനുഷ്യൻ, പാവം. പ്രേമിച്ച് ഇപ്പോഴത്തെ ആണിനും പെണ്ണിനും തലയ്ക്ക് വട്ടായെന്നാ തോന്നണ. നമ്മളും നമ്മുടെ വാപ്പായും പ്രേമിക്കുന്ന കാലത്ത് അന്നത്തെ പെൺകുട്ടിയോള് ഉറുമാലിന് നമ്മുടെ പേരെഴുതി അത്ര മുക്കിത്തരും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു പ്രാന്തേ. ഇമാതിരി പാവക്കുട്ടി പ്രാന്ത നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത്. മുസ്തഫ, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ പാവക്കുട്ടിയല്ലേ? അതെ, അത് പിന്നെ കണ്ടറിഞ്ഞൂടെ?
അല്ല ഇടങ്ങേറായ അങ്ങോട്ടല്ല ഇങ്ങോട്ട് അങ്ങോട്ടല്ല താഴോട്ട് വേഗം പോ. സാറേ സാറേ രാസ്ത ചോണ പാവക്കുട്ടി സാറേ. തലവരെ നമ്മളെ പാവക്കുട്ടി ഒരുത്തർ കീസെടുത്ത് പോലെ നമ്മളിപ്പൊ കണ്ട് ആ പെണ്ണത് അയാൾക്ക് കൊടുത്ത് അവരൊന്ന് മുഹബത്ത് പോയി. അതിനകത്ത് രത്നങ്ങളുണ്ട് തലവരെ. കിലുക്കൻ ഞാനും കേട്ടതാ. അതെ, നമ്മളത് വാങ്ങി കുലുക്കി നോക്കി, സൂക്ഷിച്ചു വെച്ചോന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത്. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. തുന്നിയ സ്ഥലത്ത് വേദന ഉണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞോ? പറഞ്ഞു. വേദന വരുമ്പോ തടവി തരാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് ഡോക്ടർ ചോദിച്ചു. നമ്മളെന്തിനാ കള്ളം പറയുന്നു? ഉണ്ടെന്ന് ഞാനും പറഞ്ഞു. കണ്ടോ, അവളുടെ കയ്യിലാണ് നമ്മുടെ ചരക്കുണ്ടായിരുന്നത്. അത് ചോദിക്കാൻ ചെന്നപ്പോഴാണ് ആരോ കുത്തുകിട്ട് വീണത്. അത് ഇയാളാണ് തലവര് പറഞ്ഞു. ഇപ്പൊ വിശ്വാസമായ ഇപ്പൊ കുത്ത് നമ്മുടെ അഞ്ചത്തായി. അവർ രണ്ടാളും ആ കുത്തുകാരനും ഒന്നായി. ചിന്തിക്കാനൊന്നുമില്ല. തലവര് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. തൽക്കാലം അഹിംസ കൊണ്ട് മാറ്റി വെച്ചേക്കാം. 9 ലക്ഷത്തിന്റെ രത്നങ്ങളാണ് ആ പാവയ്ക്കകത്തുള്ളത്. ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ അതെടുത്ത് തലവർക്ക് കൊടുക്കണോ? 3 വീതം വെച്ച് നമ്മൾ നാട്ടിലേക്ക് വണ്ടി കയറുന്ന വലിയ ബുദ്ധി. ഒരാളെ വേദനിപ്പിച്ച് നമ്മൾ എന്ത് സ്വർഗ്ഗമാണ് നേടാൻ പോകുന്നത്? കള്ളത്ര ഏതായാലും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരോട് പോയി അവരോട് പോയി. ഇപ്പോഴെങ്കിലും രണ്ടുപേരെ ഒന്നിച്ചൊന്ന് കണ്ടല്ലോ. കിടക്കൊക്കെ തീർന്നോ? ആ, ഏതാണ്ടൊക്കെ ഒന്ന് തീർപ്പായി. ശരിക്കും പറഞ്ഞ സിസ്റ്ററാണ് ഞങ്ങളുടെ ജീവിതം രക്ഷിച്ചത്. ഡോക്ടർ കുൽക്കർണിയെ പറ്റി പറഞ്ഞപ്പോ മുതല് സിസ്റ്റർ ഒരു പ്രസന്റേഷൻ തരണമെന്ന് ഇവിടുന്ന് പോയപ്പോ മുതൽ ഞാൻ വിചാരിക്കുന്നതാ. ഈ ഷോളും ഞാൻ വാങ്ങിയതാ. ഇത് ഞാനൊരു സമ്മാനമായി തന്ന സ്വീകരിക്കാൻ സിസ്റ്റർക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഹേയ്, സ്നേഹം കൊണ്ട് വരുന്നതല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങള് ഡോക്ടർ കുൽക്കർണിയെ കണ്ടു അല്ലേ? അയാൾ എത്രയോ ഓപ്പറേഷൻ ചെയ്ത് അവരുടെ ഭാര്യമാരൊക്കെ 4-5 കുട്ടികളെ പ്രസവിച്ചിട്ടുമുണ്ട്. പ്രസവം ഇവിടെ തന്നെയാണ് കേട്ടോ. ഞങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. എന്താ കുട്ടി ഇത്? കുൽക്കർണിയെ കാണാൻ വരുന്ന പലർക്കും സംഭവിക്കുന്നതായത്. അദ്ദേഹം പാന്റിന്റെ സിബ് ഇട്ടിട്ടില്ല. സിബ് പാന്റിന്റെ വാതിലടക്ക്. എന്തേ? അതില്ല, കൊളുത്തുപോയി. അവരാ സിസ്റ്ററോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പാന്റ് അഴിക്കുന്നുണ്ട്. എന്തോ പരിശോധിക്കാൻ വേണ്ടി ആ സിസ്റ്ററുടെ മുറിയിലേക്ക് പോകുന്ന ലക്ഷണമുണ്ട്. അവനെ ഇവിടെ വെച്ച് പിടിക്കണോ അതോ പുറത്ത് വെച്ച് പിടിക്കണോ? ഇവിടെ നിന്ന് പിടിച്ചാൽ മതി. എന്നാലും നേരിട്ട് ഏറ്റുമുട്ടിയുള്ള ഫ്രണ്ട്ഷിപ്പ് പോലാണ്. അന്നും നമ്മുടെ മുഖം അവൻ കണ്ടിട്ടില്ല, ഇന്നും നമ്മുടെ മുഖം അവൻ കാണുന്നില്ല. എന്തേ? അവർ ആ നേഴ്സിന്റെ മുറിയിൽ കാണും. ഇഞ്ചക്ഷൻ റെഡിയാണോ? റെഡി. റെഡി. जल्दी करो। ये ऑपरेशन करने वाला पेशेंट को इस कोने पे किसने छोड़ दिया? क्या तो? മുസ്തഫ, ഞാൻ പിന്നാപ്പറഞ്ഞവനെ കെട്ടിപ്പിടിക്കണം. ഉടൻ നീ മുന്നാക്കം വന്നവനെ ക്ലോറോഫോം മണപ്പിക്കണം. ബഹളം വെച്ചാൽ ഇഞ്ചക്ഷൻ കൊടുക്കണം. കറക്റ്റ്. എന്നിട്ട് ഈ കെട്ടഴിച്ച് അവന്റെ തലയിൽ കെട്ടി സ്ട്രക്ചറിൽ കിടത്തി തള്ളി പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാ പെണ്ണോ? ഓളെ കാണാനില്ല. അയ്യോ അയ്യോ
ഒരു കൈ സഹായത്തിന് 5-6 ഗുണ്ടകളെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല. അതിന്റെ ഫലം നീ ഇപ്പൊ അനുഭവിക്കുന്നു. 1.5 കൊല്ലത്തെ ജയിൽ ശിക്ഷയൊന്നും ഒരു പ്രശ്നമല്ല തലവരെ. അത് പിന്നെ സഹിക്കാം. ആ നേഴ്സ് തല ചൂടുകൾ ഒഴിച്ചു. അയ്യോ ആടാ സഹിക്കാൻ വയ്യാത്ത. ഇനി പറഞ്ഞത് കാര്യമൊന്നുമില്ല, നമുക്ക് 1.5 കൊല്ലം കഴിഞ്ഞ് കാണാം. കുറെ കാലമായില്ലേ നിങ്ങൾ ലീവ് ചോദിക്കുന്നു. ഞാൻ 1.5 കൊല്ലം ലീവ് തന്നോന്ന് വിചാരിച്ചാ മതി. ഇതാ കൂട്ടത്തിൽ കൂട്ടില്ല, തിരിച്ചു വന്ന ലീവ് കയറാനോളണം. ആൽഫ്രഡിന്റെ കാര്യമില്ല അറിഞ്ഞോ? അവനെ ആള് മാറി തല ഓപ്പറേറ്റ് ചെയ്തു പോയി. ഇനി അവനെ നോക്കണ്ട മക്കളെ. കാറ്റ് പോകാതെ കിട്ടിയ ഭാഗ്യം.